ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഉൾപ്പെടെ തിരക്കേറിയ കേന്ദ്രങ്ങളിലെല്ലാം സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും സഹായത്തോടു കൂടിയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാൻ ഡിജിപി രവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി. തിരക്കേറിയ സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന കേന്ദ്രങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വിശദമായ പരിശോധനകൾ നടത്താനും ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാർ ഈ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കും. കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന വാർത്ത കൂടി ക്രൈം പുറത്തുവിടുകയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന ഭരണകൂടത്തിന്റെ കൊള്ളൽ തയവുകൾ നേരത്തെ തന്നെ ക്രൈം തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ചേർന്ന് നടത്തിയിട്ടുള്ള അതിഭീകരമായ കേരളത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ മാസം ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാർ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. തമിഴ്നാട്, കർണാടക അതിർത്തികളിലായി കേരളത്തിൽ ഏതാണ്ട് 19 ചെക്ക് പോസ്റ്റുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ജനുവരി മാസം വരെ മുഴുവൻ സമയം പ്രവർത്തിച്ചിരുന്ന ഈ ചെക്ക് പോസ്റ്റുകൾ ഫെബ്രുവരി മാസം മുതൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാക്കി സമയമാറ്റം നടത്തി. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന തന്നെയുണ്ട്. മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും മരുമകൻ റിയാസും അടക്കമുള്ളവരുടെ അറിവോടും സമ്മതത്തോടും കൂടി കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റാനുള്ള കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ സമയ ക്രമീകരണമെന്ന് ക്രൈം അന്ന് തന്നെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ക്രൈം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി വരുന്നു എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം ക്രൈം പുറത്തുവിട്ട വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. പാലക്കാട് ഏരിയയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഒരു വിജിലൻസ് ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ആ റെയ്ഡ് നടത്തിയ രീതി വളരെ രസകരമായിരുന്നു. അവിടെയുള്ള ഏകദേശം 13 പേർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ച ആ റെയ്ഡ് വളരെ ആസൂത്രിതവും പ്ലാൻ ചെയ്തതുമായിരുന്നു. അതായത് അവിടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ തന്നെ കാര്യം കാണിക്കാം. ഏഷ്യാനെറ്റിലെ വാർത്ത നോക്കൂ. അതിൽ വിജിലൻസുകാർ വരുന്നു. ഈ RTO ഓഫീസിലെ ജീവനക്കാർ അവിടെ തന്നെ ഇരിക്കുന്നു. അവർക്ക് യാതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അവിടെ വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഈ വിജിലൻസുകാർ പണം പിരിക്കുന്നു. അവരോട് പറയുകയാണ്, അവർ നേരിട്ട് പണം പിരിക്കുകയാണ്. പണം പിരിച്ച് അവരൊരു സഞ്ചി വെച്ചിട്ടുണ്ട്, വലിയൊരു ബാഗ് വെച്ചിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പണം ഇടാൻ പറയുന്നു. അങ്ങനെ പണമിട്ട് അന്ന് അവിടെയുള്ള ജീവനക്കാരെ എല്ലാവരെയും തന്നെ നിശബ്ദരാക്കിക്കൊണ്ട് അവിടെ ഈ വിജിലൻസുകാർ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുവെക്കുന്നു. ആ ഗസറ്റഡ് ഓഫീസർ നേരിട്ട് ദൃക്സാക്ഷിയാണ്. അവർ ഈ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി പണം പിരിക്കുന്ന ഒരു ബാഗിലേക്ക് പിരിക്കുകയാണ് പണം. അങ്ങനെ 3 ദിവസങ്ങളിൽ, അതായത് 2025 ജനുവരി 10-ാം തീയതിയും 12-ാം തീയതിയും 30-ാം തീയതിയും രാത്രിയാണ് ഇവർ നടന്നത്. 30-ാം തീയതി മുതൽ 1-ാം തീയതി വരെ പുലർച്ചെ വരെ ആണ് ഇവർ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡ് എന്ന പേരിൽ അവർ തന്നെ വാഹനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയാണ്. ഈ RTO ഓഫീസിൽ എന്തെങ്കിലും റെയ്ഡ് നടത്തി അവിടെയുള്ള ജീവനക്കാരുടെ കൈവശത്തു നിന്ന് എന്തെങ്കിലും പണം കണ്ടെത്തിയിട്ടില്ല. ഇവരെ വീടുകളിൽ നിന്നും പണം കണ്ടെത്തിയിട്ടില്ല. പണം കണ്ടെത്തിയത് ആ സമയത്ത് വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഈ വിജിലൻസുകാർ തന്നെ പണം പിരിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. ഇത് എന്നിട്ട് ഈ കുറ്റം ആരുടെ തലയിൽ ചാർത്തുകയാണ്? നമ്മുടെ ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേര് ചാർത്തുകയാണ്. അതിൽ കൃത്യമാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഈ പണം പിരിക്കുന്നത് വിജിലൻസുകാർ, പണം വാങ്ങുന്നത് ഒരു ബാഗിലേക്ക്. ആ പണം വാങ്ങിയ പൈസ കൈക്കൂലി ഇവർ വാങ്ങുന്നതാണെന്ന് കാണിച്ച് ഇവരെ പേരിൽ കൃത്രിമമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ കേസ് ഉണ്ടാക്കുന്നു. ഈ കേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ RTO ഇതേപോലെ ചെക്ക് പോസ്റ്റുള്ള RTOകളും നിർത്തലാക്കുന്നു. രാത്രി 9 മണി മുതൽ പിന്നീട് പുലർച്ചയ്ക്ക് പിറ്റേ ദിവസം വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 9 മണി വരെ ഇവിടെ RTO ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ RTO ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ തരത്തിൽ? സ്ഫോടക വസ്തുക്കൾ, കള്ളപ്പണം, അത് മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA, അതുപോലെയുള്ള അനധികൃതമായ പല സാധനങ്ങളും യാതൊരു ചെക്കിംഗ് ഇല്ലാതെ കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ ഈ നിമിഷം വരെ എല്ലാ ചെക്ക് പോസ്റ്റുകൾ വഴിയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പലർക്കും കടത്താനുള്ള ആളുകൾക്ക് പിണറായി വിജയനുമായും അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശനുമായി ബന്ധമുണ്ട്. പലതും കടത്തിയിട്ടുള്ളത് കേരളത്തെ കംപ്ലീറ്റ് നശിപ്പിക്കാവുന്ന സ്ഫോടക വസ്തുക്കൾ അടക്കുന്ന കാര്യങ്ങളാണ്, ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ അടുത്ത കാലത്ത്
വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കടത്തിക്കൊണ്ടുപോയിട്ടുള്ള കുറച്ച് സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയുണ്ടായി. ആ വന്ന വാഹനത്തിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, വാഹനത്തിൽ യാതൊരു തരത്തിലുള്ള രേഖ ഉണ്ടായിരുന്നില്ല. ആ വാഹനത്തിലാണ് കടത്തിക്കൊണ്ടു വന്നത്. അത് പിടിക്കപ്പെട്ട പോലീസുകാരന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നല്ലാതെ കൊണ്ടുവന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പിണറായി സർക്കാർ സംരക്ഷിച്ചു, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശൻ സംരക്ഷിച്ചു എന്നുള്ള വാർത്തയാണ്. അതായത് കേരളത്തിലെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റാൻ തരത്തിൽ ഉള്ള ഒരു പ്ലാനാണ് ഈ RD ഓഫീസുകൾ നിർത്തലാക്കിയതിന് കാരണം. നേരത്തെ ഇവിടെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ വൈകുന്നേരം പ്രധാനമായിട്ട് 5 മണി ശേഷമാണ് പുറമേ നിന്നുള്ള വാഹനങ്ങൾ വരിക. ദൂരയാത്ര, അതായത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ടാക്സികൾ വരും വൈകുന്നേരം ആകുമ്പോഴേക്ക്. കേരളത്തിൽ ക്വാർട്ടർ ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് അത് അവർ അടക്കണം. അതിനൊക്കെ റെസീറ്റ് കൊടുക്കണം ഈ RT ഓഫീസിൽ നിന്നാണ്. ഈ ചെക്ക് പോസ്റ്റുള്ള RT ഓഫീസുകൾ വഴിയാണ് ഈ റെസീറ്റ് കൊടുക്കുക. എല്ലാത്തിനും റെസീറ്റ് കൊടുക്കുക. അതിൽ തമിഴ്നാട് ടൂറിസ്റ്റ് ടാക്സി വരും. അതേപോലെ അവർക്ക് ഒരു ടാക്സ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇതേപോലെ സ്പിരിറ്റ്, ബാറ്ററി, അതേപോലെ എക്സ്പ്ലോസീവ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു 10,000 രൂപ ടാക്സ് അവിടെ കൊടുക്കണം. ഇതേപോലെ മൃഗങ്ങളെ കൊണ്ടുവരുന്ന മാട് വണ്ടികൾ വരുമ്പോൾ ഒരു ടാക്സ്, അനധികൃതമായി കൊണ്ടുവരുന്ന വാഹനങ്ങളെല്ലാം തന്നെ എന്തൊക്കെ നിയമവിരുദ്ധമായ പ്രവർത്തികളുണ്ട് അതെല്ലാം കണ്ട് ചെക്ക് ചെയ്ത് വാഹനത്തിനുള്ള എന്തെങ്കിലും അനധികൃത സാധനങ്ങളുടെ ചെക്ക് ചെയ്യുന്ന ഈ RTOമാരാണ്. എന്നാൽ ഈ ഇത് നടത്തിയിരുന്ന എല്ലാം തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ നിർത്തലാക്കുകയും കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ വഴി ഏത് വാഹനവും ലൈസൻസ് ഇല്ലാതെയും ഏത് തരത്തിലുള്ള വാഹനവും വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം 9 മണി വരെ ആരും ചെക്ക് ചെയ്യാതെ കടത്താൻ പറ്റും. ഇത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇത് പ്രതിപക്ഷത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രി 1-ാം പ്രതിയും 2-ാം പ്രതിയുമാണ്. അവരും കൃത്യമായി നമ്മുടെ മുഹമ്മദ് റിയാസിന് ഇതിന് പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നവർ. ഈ 3 മന്ത്രിമാരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക വഴിയും പിണറായി വിജയനും അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ തീവ്രവാദികളടക്കം ഇത് മനസ്സിലാക്കി വലിയ സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ എത്തിച്ചു, അതേപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങൾ എത്തിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട്. അതായത് കേരളത്തെ കംപ്ലീറ്റ് നശിപ്പിക്കാവുന്ന ഞെട്ടിക്കുന്ന സംഭവമാണിത്. കാരണം കേരളത്തിന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിർത്തിയിലുള്ള, അതായത് 2 സംസ്ഥാനങ്ങളെയും കർണാടകയുടെയും അതേപോലെ തമിഴ്നാടിന്റെയും അതിർത്തികളിലുള്ള ഇങ്ങോട്ടുള്ള റോഡുകളിലുള്ള എൻട്രൻസിലാണ് ഈ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. വാളയാർ തന്നെ, പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ തന്നെ 8ഓളം ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നടന്ന റെയ്ഡിന്റെ തെളിവാണ് ഞാൻ പുറത്തുവിടുന്നത്. അതായത് ഞാൻ എടുത്തല്ല, ഇത് വിജിലൻസുകാർ നടത്തുന്ന റെയ്ഡ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടാണ്. അതിൽ കൃത്യമായി കാണുന്നു RT ഓഫീസിലെ ആളുകൾ അവിടെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഈ വിജിലൻസുകാർ പണം പിരിക്കുന്നു. പണം പിരിച്ച് അവർ എന്ത് ചെയ്യുന്നു? ഒരു ബാഗിലിടിക്കുന്നു. എന്നിട്ട് അതെല്ലാം അവിടെ കിട്ടിയ പണമല്ല, ഇത് കൈക്കൂലി പണമായി കിട്ടുന്നതാണെന്ന് പറഞ്ഞ് ഇവരുടെ തലയിലിടുന്നു. ആരുടെ? RTO ഓഫീസർമാരുടെ തലയിലിടുന്നു. എന്നിട്ട് 10-13 പേരെ ശിക്ഷാ നടപടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെന്തായാലും അങ്ങനെ ഒരു കൃത്രിമമായ ഒരു കാര്യമുണ്ടാക്കി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ RT ഓഫീസർമാരെ പറ്റി വളരെ മോശമായ രൂപത്തിൽ ചില ചാനലുകാരെ കൊണ്ടുവന്ന് വളരെ മോശമായ രൂപത്തിൽ പ്രചരണം. യഥാർത്ഥത്തിൽ പ്രതികളാരാണ്? ഈ വിജിലൻസ് ഓഫീസർമാരാണ്. വിജിലൻസ് ഓഫീസർമാർ നേരിട്ട് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പിരിച്ച പണം മാത്രമാണ് കേസിന് ആസ്പദമായി ഈ RTO വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. സാധാരണ ഈ RT ഓഫീസർമാർ എന്താണ് ചെയ്യുക? അവർ ഓരോ പണത്തിന് റെസീറ്റ് കൊടുക്കും. ഈ വിജിലൻസുകാർ വന്നപ്പോൾ അവിടെ ഏതെങ്കിലും അനധികൃതമായ പണമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഈ വിജിലൻസുകാർ വന്ന് പിരിച്ച പണം മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ആ പണമാണ് അഴിമതി പണമായിട്ട്, അതേ കൈക്കൂലി പണമായി ചിത്രീകരിച്ച് അവിടെ കേസെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരുടെ പേരിലാണ് കേസെടുക്കുന്നത്? ഇങ്ങനെ കള്ളപ്പണം പിരിച്ച വിജിലൻസുകാരുടെ പേരിൽ വേണം കേസെടുക്കാൻ. എന്നിട്ട് ഈ കാരണം പറഞ്ഞിട്ടാണ് കേരളത്തിലെ 19 ചെക്ക് പോസ്റ്റുകളിലെ RTO ഓഫീസുകളും വൈകുന്നേരം 5 മണിയോടുകൂടി പൂട്ടിയിരുന്നത്. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിക്ക് പൊട്ടിയിട്ടിട്ട് പിറ്റേ ദിവസം 9 മണിക്ക് ഇതാക്കുന്നത്. ഈ രാത്രി കാലങ്ങളിൽ എന്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നാലും, എന്ത് തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും, വാഹനങ്ങൾ വഴി എന്ത് കടത്തിയാലും
അനധികൃത കള്ളക്കടത്തായാലും അതേ ഗുണ്ടായിസത്തിനായാലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ചെക്കിങ്ങും ഇല്ലാതെ സുഖമായിട്ട് ഇവർ കടന്നു പോവുകയാണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ക്രൈം പുറത്തുവിടുന്നത്. എന്തായാലും ഇതിലെ പ്രധാന പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി നടത്തുന്ന ഒരു പരിപാടി. മുമ്പ് നമുക്കറിയാം മരം മുറിക്കൽ 2021 മുമ്പ് പിണറായി വിജയന്റെ മന്ത്രിസഭ തീരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ വനങ്ങളിൽ നിന്നും ഈ കോവിഡ് കാലത്ത് വില കൂടി, അതായത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ച് മാറ്റി കടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ പിണറായി വിജയൻ എന്ത് ചെയ്തു? ആ ഉത്തരവ് ഒരു പ്രത്യേക കാലഘട്ടം വരെ ഇറക്കി, എന്നിട്ട് അത് പിൻവലിച്ചു. ഈ കാലഘട്ടത്തിനുള്ളിൽ കേരളത്തിലെ വനത്തിലുള്ള 100-200 വർഷങ്ങളുള്ള തേക്ക്, വീട്ടി, ഈട്ടി തുടങ്ങിയ വിലപിടിപ്പ് മഹാഗണി തുടങ്ങിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി, എന്നിട്ട് വിദേശ തെയ്യ് കടത്തി. അതാണ് മരമുറി കേസ് എന്ന് പറയുന്നത്. മുട്ടിൽ മരമുറി കേസും അതേപോലെ കേരളത്തിൽ ഏകദേശം 10,000 കോടി രൂപയുടെ മരങ്ങൾ അന്ന് കടത്തി വിദേശത്ത് എത്തിച്ചു, എന്നിട്ട് പിൻവലിച്ചു. ഇതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിനുള്ളിലേക്ക് വളരെ കള്ളപ്പണമായാലും അതേ സ്ഫോടക വസ്തുക്കളായാലും ഇതേപോലുള്ള അനധികൃതമായ സാധനങ്ങളായാലും ഇവിടേക്ക് കടത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഒത്താശയാണ് കേരളത്തിലെ RTO ഓഫീസുകൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണെങ്കിൽ രണ്ടാം പ്രതി ആരാണ്? നമ്മുടെ ഗണേശനാണ്. മൂന്നാം പ്രതി കേരളത്തിലെ RTO ഇതിന്റെ ഹെഡായ ആളാണ്, കേരള സംസ്ഥാന RTO ഓഫീസറാണ്. അപ്പം ഇവരെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിനൊക്കെ തന്നെ അനധികൃതമായി കടത്തിയതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് പോകുന്ന വാഹനങ്ങൾക്ക് അകമ്പടി അടക്കം കൊടുത്തു. ഇത്തരത്തിൽ അനധികൃതമായി വരുന്ന വാഹനങ്ങൾക്ക് അകമ്പടി അടക്കം കൊടുത്തിട്ടാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി പലതും കടത്തിയിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിൽ പ്രതിപക്ഷം ഇടപെട്ടില്ലെങ്കിൽ കേരളം യുദ്ധക്കളമായി മാറും, തീവ്രവാദികളെ സെന്ററായി മാറും, കള്ളക്കടത്തുകാരുടെ സെന്ററുമായി മാറും, മയക്കുമരുന്നുകാരുടെ പിടിയിലാകും. അല്ല തന്നെ മയക്കുമരുന്നിന്റെ പിടിയിലാണ്. ഇപ്പൊ ബോട്ടുകളിലൊക്കെയാണ് വരുന്നത്. ഇപ്പൊ സുഗമമായി ചെക്ക് പോസ്റ്റ് വഴി ഈ മയക്കുമരുന്നുകൾ കടത്താൻ പറ്റും. കേരളത്തിലെ MDMA തുടങ്ങിയുള്ള മയക്കുമരുന്നിന്റെ യഥാർത്ഥ ഗാങ് ലീഡർ ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ആളുള്ളതെന്ന് പറയുന്നത്. പോലീസിലെ ഒരു ഡോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ പോലീസിലെ ഡോണും പിണറായി വിജയന്റെ കീഴിലാണ്. ഇവരെല്ലാവരും കൂടിയാണ് കേരളത്തെ ഇത്തരത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടാക്കി വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നിർത്തലാക്കിയിരിക്കുന്നത്. അതായത് RTO ഓഫീസുകൾ നിർത്തലാക്കി സുഗമമായി കള്ളക്കടത്തുകാർക്കും തട്ടിപ്പുകാർക്കും എന്തും കടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്.